സന്തോഷ് ട്രോഫി ഫൈനൽ റൗണ്ടിൽ നിലവിലെ റണ്ണേഴ്സപ്പായ കേരളത്തിന് കരുത്തരായ എതിരാളികൾ സർവീസസും പഞ്ചാബും റെയിൽവേസും അടങ്ങിയ ഗ്രൂപ്പ് ബിയിലാണ് കേരളം കളിക്കുക. ഒഡീഷ, മേഘാലയ ടീമുകളും കേരളത്തിനോട് ഏറ്റുമുട്ടും. അസമിൽ 21 മുതൽ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ തുടങ്ങും. ഫെബ്രുവരി 2, 3 തീയതികളിൽ ക്വാർട്ടർ പോരാട്ടങ്ങളും 5-ന് സെമി ഫൈനലുകളും 8-ന് ഫൈനലും നടക്കും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പുതുവർഷത്തിൽ വമ്പൻ ടീമുകൾ കളത്തിലിറങ്ങും. നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂളിന് ഇന്ന് ലീഡ്സ് യുണൈറ്റഡ് ആണ് എതിരാളികൾ. മാഞ്ചസ്റ്റർ സിറ്റി എവേ മത്സരത്തിൽ സണ്ടർലാൻഡിനെ നേരിടും. ടോട്ടനത്തിന് ഇന്ന് ബ്രെൻഫോർഡ് ആണ് എതിരാളികൾ. വിജയ് ഹസാരെ ട്രോഫിയിൽ തകർപ്പൻ സെഞ്ചുറിയുമായി സർഫറാസ് ഖാൻ. ഗോവയ്ക്കെതിരെ 75 പന്തിൽ മുംബൈ താരം 157 റൺസ് എടുത്തു. 14 സിക്സറുകളാണ് സർഫറാസ് അടിച്ചത്. 444 റൺസ് അടിച്ച മുംബൈ ഗോവയെ 87 റൺസിന് തോൽപ്പിച്ചു. മുൻ മുംബൈ താരമായിരുന്ന അർജുൻ ടെണ്ടുൽക്കർ മുംബൈക്കെതിരെ വിജയ് ഹസാരെ ട്രോഫിയിൽ ഇതാദ്യമായി കളത്തിലിറങ്ങിയെങ്കിലും മികച്ച പ്രകടനം നടത്താനായില്ല. പുതുവർഷം ഇംഗ്ലണ്ടിൽ ആഘോഷിച്ച് വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയും. ഫേസ് മാസ്ക് പെയിന്റിങ്ങോടെയുള്ള കോഹ്ലിയുടെയും അനുഷ്കയുടെയും പോസ്റ്റ് വൈറലാണ്. പുതുവത്സരത്തിൽ റെക്കോർഡ് ലക്ഷ്യമിട്ട് സൂപ്പർ താരം ഇന്ത്യക്കായി വീണ്ടും കളത്തിലിറങ്ങും. 25 റൺസ് കൂടി ഏകദിനത്തിൽ സ്വന്തമാക്കിയാൽ അതിവേഗം 28,000 റൺസ് സ്വന്തമാക്കുന്ന താരമെന്ന റെക്കോർഡ് കോഹ്ലിക്ക് സ്വന്തമാക്കാം. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയാണ് ഇനി കോഹ്ലിക്ക് മുന്നിലുള്ളത്.